നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. 8-ാമത്തെ ശ്ലോകം. ശ്രോണിസ്ഥലം മൃഗഗണാഃ പതയോഃ നഖഃ തേ ഹസ്ത്യുഷ്ടസൈന്ധവമുഖാ ഗമനം തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരു യുഗ്മചരണം കരുണാംബുദേ തേ. തേ ശ്രോണിസ്ഥലം നെന്തിരുവടിയുടെ അരക്കെട്ട്, മൃഗഗണാഹ മൃഗഗണങ്ങളും, പതയോഹ നഖാഹ കാൽനഖങ്ങൾ, ഹസ്ത്യുഷ്ട സൈന്ധവ മുഖാഹ ആന, ഒട്ടകം, കുതിര മുതലായവയും, ഗമനം തു കാലഹ സഞ്ചാരം കാലവുമാകുന്നു. ഹേ കരുണാംബുദേ തേ അലയോ ദയാസമുദ്രമേ, അങ്ങയുടെ വദനാബ്ജ ബാഹു ചാരൂരു യുഗ്മചരണം, അങ്ങയുടെ മുഖവും കൈകളും തുടകളും പാദങ്ങളും 4 ജാതിയുടെയും ഉത്ഭവസ്ഥാനമാകുന്നു. വിപ്രാതി വർണ്ണഭവനം 4 ജാതിയുടെയും ഉത്ഭവസ്ഥാനമാകുന്നു. മൃഗസമൂഹങ്ങൾ അരക്കെട്ടിൻ്റെ പിൻഭാഗമാകുന്നു. ആന, ഒട്ടകം, കുതിര മുതലായവ നിന്തിരുവടിയുടെ കാലുകളിലെ നഖങ്ങളാകുന്നു. കാലശക്തിയാകട്ടെ ഭഗവാനെ അവിടുത്തെ നടത്തമാകുന്നു. ഇവിടെ ലോകത്തെ എല്ലാം നടത്തുന്ന ആ കാലത്തിനെ ഭഗവാന്റെ നടത്തമായി കൽപ്പിച്ചിരിക്കുകയാണ്. അലയോ ദയാസമുദ്രമേ, നിന്തിരുവടിയുടെ താമരപ്പൂ പോലുള്ള മുഖം, ബാഹുക്കൾ, കൈകൾ, മനോഹരങ്ങളായ 2 തുടകൾ, കാലുകൾ എന്നിവ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന 4 ജാതികളുടെ ഉൽപ്പത്തിസ്ഥാനവുമാണ്. ശ്രോണിസ്ഥലം മൃഗഗണാ പതയോർനഖാസ്തേ ഹസ്ത്യുഷ്ടസൈന്ധവമുഖാ ഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേ തേ.